കോഴിക്കോട് പൂവാറ്റുപറമ്പ, അവിടെ കുറ്റിക്കാട്ടൂരുള്ള ഒരു മഹലാണ്. ചാവക്കാട് സ്വന്തം ഭർത്താവിൻ്റെ വീടിന് മുന്നിൽ നീതിക്കായി 12 ദിവസത്തിലേറെയായി കടും സമരം നടത്തുന്ന ഡോക്ടർ ആയിഷയുടെയും മകളുടെയും സങ്കട കാഴ്ചകൾ നാം കണ്ടതാണ്. കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും ആ വീട്ടിനുള്ളിൽ കയറാൻ സമ്മതിക്കാതെ വെള്ളവും വെളിച്ചവും കട്ട് ചെയ്ത് ഗേറ്റ് പൂട്ടി അവരെ വഴിയാധാരമാക്കിയ ക്രൂരത നാം കണ്ടു. ഒരു സ്ത്രീയുടെയും അവളുടെ പിഞ്ചു കുഞ്ഞിൻ്റെയും കണ്ണീരിന് ഈ സമൂഹം വില നൽകിയേ തീരൂ. ഇവർക്ക് അർഹമായ നീതി ലഭിക്കണം. ആദ്യ ഭാര്യയെ പൂർണ്ണമായും മറച്ചുവെച്ച് അവരുടെ സമ്മതമില്ലാതെ രണ്ടാമതൊരു വിവാഹം കഴിക്കുകയും ചോദിക്കാനും പറയാനും ചെന്നപ്പോൾ ആദ്യ ഭാര്യയെയും കുഞ്ഞിനെയും അപമാനിച്ച് പുറത്താക്കുകയും ചെയ്യുന്ന പ്രവണത ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. 6 വർഷമായി കേസും വഴക്കുമായി അലയുന്ന ഒരു പെൺകുട്ടിക്ക് മാന്യമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. മഹല്ല് കമ്മിറ്റിയും പോലീസും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ ആ പാവം പെൺകുട്ടിയുടെ മുന്നിൽ വഴികൾ അടയുകയാണ്. ചിലർ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞാണ് ഇത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിക വിധി പ്രകാരം ഒരു പുരുഷന് 4 വിവാഹം വരെ കഴിക്കാൻ അനുവാദമുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അതിന് കർശനമായ നിബന്ധനകളുണ്ട്. ആദ്യ ഭാര്യയെയും കുട്ടികളെയും പൂർണ്ണമായ സാമ്പത്തിക സാമൂഹിക ഭദ്രതയോടെ നോക്കാൻ കഴിവുണ്ടായിരിക്കണം. ഭാര്യമാർക്കിടയിൽ പൂർണ്ണമായ നീതിയും സമത്വവും പുലർത്താൻ കഴിയണം. സ്വന്തം ആദ്യ ഭാര്യയെയും കുഞ്ഞിനെയും തെരുവാധാരമാക്കി വെള്ളവും വെളിച്ചവും നിഷേധിച്ച് ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് വേറെ കല്യാണം കഴിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ആദ്യ ഭാര്യയെ ഭംഗിയായി നോക്കാനും അവർക്ക് അർഹമായ അവകാശങ്ങൾ നൽകാനും കഴിയുന്നവന് മാത്രമേ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവകാശമുള്ളൂ. നിയമപരമായ വഴികളിലൂടെ പോയിട്ടും കോടതി ഉത്തരവ് കയ്യിലുണ്ടായിട്ടും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നില്ല. ഒന്നെങ്കിൽ അവരുടെ എല്ലാ അവകാശങ്ങളും നൽകി മാന്യമായി കൂടെ നിർത്തുക, അല്ലെങ്കിൽ സമൂഹത്തിൽ തലയുയർത്തി ജീവിക്കാനുള്ള അന്തസ്സായ വഴി ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്യാതെ ഒരു പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കണ്ണീരിൽ കെട്ടിയുയർത്തുന്ന സന്തോഷങ്ങൾക്ക് ആയുസ്സുണ്ടാകില്ല. ഈ പെൺകുട്ടിക്ക് മുന്നിൽ വ്യവസ്ഥിതികൾ വാതിലുകൾ കൊട്ടിയടക്കുമ്പോൾ നാം അവർക്കൊപ്പം നിൽക്കണം. ഈ വിഷയത്തിൽ അധികാരികളും മഹല്ല് ഭാരവാഹികളും അടിയന്തരമായി ഇടപെടണം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും കുറ്റക്കാരായി മാറും. തീർച്ചയായും നിങ്ങളുടെ ഓരോ നിമിഷത്തെയും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. ഈ പെൺകുട്ടിയുടെ ഈ കാര്യത്തെക്കുറിച്ച് ഇവർ ഇപ്പോൾ നേരിടുന്ന ഈ വിഷമത്തിൻ്റെ കാര്യത്തിൽ കണ്ണടയ്ക്കുന്ന ഏത് മഹല്ല് ഭാരവാഹിയായാലും അയാൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരിക്കലും ഒരു തരത്തിലും രക്ഷയില്ല തന്നെ. എടോ, തൻ്റെ മകൾക്കോ സഹോദരിക്കോ ആണ് ഇത്തരമൊരു അവസ്ഥ വന്നതെങ്കിൽ താൻ എങ്ങനെയായിരിക്കും ഇവിടെ നിലപാടെടുക്കുക? 12 ദിവസമായി സമരമിരുന്നിട്ടും ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ പിന്നെ താനൊക്കെ മഹല്ല് ഭാരവാഹിയാണെന്ന് പറഞ്ഞിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? താനെല്ലാം എത്തരക്കാരാണെന്ന് ഈ കേരളം മാത്രമല്ല, ഈ ലോകം മുഴുവൻ മനസ്സിലാക്കുന്ന സാഹചര്യമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരിയായ ആയിഷയ്ക്ക് അർഹമായ നീതി ലഭിക്കും വരെ അവരുടെ കൂടെ നിൽക്കുക. അത് നിങ്ങൾക്കൊരു പുണ്യമായി മാറും.